ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വീണ്ടും ഒരു ചെറിയ ഹാക്കുമായിട്ടാണ് എൻ്റെ വരവ്. ഇപ്രാവശ്യം ട്രാവൽ ഹാക്കല്ല, ഒരു പാരൻറ്റിങ് ഹാക്കാണ്. നമ്മുടെ മക്കൾക്ക് 12-13 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ട്വീൻ ആൻഡ് ടീനേജിലേക്ക് അവർ കടക്കുമ്പോൾ നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് മുന്നോട്ടുള്ള അഡൾട്ട്ഹുഡിലേക്ക് അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ അവരെ കറക്റ്റ് ചെയ്യും, ഉപദേശങ്ങൾ കൊടുക്കും. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാം എന്ന് നമ്മളവരെ പഠിപ്പിക്കും. മെയിനായിട്ടും അതിനകത്ത് വരുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ വിനിയോഗിക്കണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നും എത്ര കെയർഫുള്ളായി പണത്തെ ഉപയോഗിക്കണമെന്നും നമ്മളവരെ പഠിപ്പിക്കും, അല്ലേ? അതിനായി ചെറിയ ചെറിയ പോക്കറ്റ് മണികൾ കൊടുത്തു തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് ഈ പോക്കറ്റ് മണികൾ എവിടെ പോകുന്നു? ഇന്നത്തെ കാലത്ത് അവരത് ശരിയായാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കിട്ടുന്ന പോക്കറ്റ് മണി സൂക്ഷിച്ചു വെച്ച് പപ്സും നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചിരുന്ന കാലമല്ല ഇന്ന്. ഇന്ന് പുറത്തവർക്ക് കിട്ടുന്നത് കഞ്ചാവും ഹാഷിഷും MDMA പോലെയുള്ള ഗുരുതരമായ ഡ്രഗ്സാണ്. ആ വല വിരിച്ച് പലരും കഴുകൻ കണ്ണുകളോടെ നമ്മുടെ മക്കളെ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മളവരെ പറഞ്ഞു വിടുന്നത്. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എവിടെയാണ് നമ്മൾ പാരൻസിന് തെറ്റുന്നത്? എത്ര സൂക്ഷിച്ചാലും നഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് നമ്മുടെ കൂടെയുള്ളത്. അതിനുവേണ്ടിയുള്ള ചെറിയൊരു ഹാക്കാണ് എൻ്റെ കണ്ടുപിടുത്തം. നമ്മൾ മക്കൾക്ക് പോക്കറ്റ് മണി കൊടുക്കും, അല്ലേ? അവർക്ക് കയ്യിൽ ആവശ്യത്തിന് വേണ്ടി പോക്കറ്റ് മണി കൊടുക്കും. യാത്രയ്ക്കോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡിനോ അങ്ങനെ പല ആവശ്യങ്ങൾക്കായി. ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ ആവശ്യത്തിന് ആവശ്യമുള്ള പണം എത്രയാണെന്നും നമുക്കറിയാം. നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ കൊടുക്കും. 10 രൂപ വേണ്ടടുത്ത് 15 രൂപ കൊടുക്കും, 20 രൂപ കൊടുക്കും, അങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ എക്സ്ട്രാ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെക്കുകയോ എക്സ്ട്രാ കിട്ടുന്ന പൈസ എവിടെ പോകുന്നോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കായി നമുക്ക് പൈസ കൊടുക്കാതിരിക്കാനും പറ്റില്ല, അല്ലേ? അപ്പോൾ ചെറിയൊരു ഹാക്ക്, അതായത് ഇവർ നമ്മൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ മക്കൾ നമ്മൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവർക്ക് റുട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ എക്സ്ട്രാ അവർ ചെയ്യുന്ന കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ മണി കൊടുക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അപ്പം അത് അവരുടെ സമ്പാദ്യശീലത്തെ സഹായിക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നു. അപ്പം മക്കൾക്ക് നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ $2 അല്ലെങ്കിൽ $1, ഞങ്ങൾ ഡോളറാണല്ലോ ഇവിടെ, അപ്പം $2 $1 അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് അവർക്ക് കൊടുക്കുന്നു. അവരത് അവരുടെ കുടുക്കയ്ക്കകത്തിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നീട് ഒരു കോസിന് വേണ്ടി അവരത് ഉപയോഗിക്കാൻ വേണ്ടി സേവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ മക്കൾ വലുതാവുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കുറച്ച് കൂടും. അവർക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ കാണും. അപ്പോൾ ഈ കുടുക്കയ്ക്കകത്തുനിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി അത് മേടിക്കാനുള്ള ടെൻഡൻസി അവർക്ക് കൂടും. ആ പൈസ എന്ന വസ്തുത അവരുടെ കയ്യിലെത്തുമ്പോൾ അവരത് ചിലവാക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നത് എനിക്ക് മനസ്സിലായി. അത് തടയാൻ വേണ്ടി ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. അതായത് നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലേ, നമുക്ക് പൈസ കിട്ടുന്ന പൈസ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതുപോലെ ഞാൻ ഇവർക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി. ബാങ്കിലല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു അക്കൗണ്ട് ബുക്ക്. ഈ അക്കൗണ്ട് ബുക്കിനകത്ത് ഇവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഞാൻ എഴുതി വെക്കും. പൈസ ആയിട്ട് അവരുടെ കയ്യിൽ അപ്പോൾ കിട്ടുന്നില്ല. അവർക്ക് എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് ആ ആവശ്യം ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിൽ നിന്ന് പൈസ കൊടുക്കുന്നു. അപ്പം ലിക്വിഡ് മണി അവരുടെ കയ്യിൽ വരുന്നതിൻ്റെ എമൗണ്ട് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റ് ചില ആവശ്യങ്ങൾക്കായിട്ട്, അതായത് പോയി ഒരു ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ ചിപ്സ് മേടിക്കുക, ഐസ്ക്രീം മേടിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങ് കുറയാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇവരോട് പറയും, നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര $, നിനക്ക് യൂസ് ചെയ്യാം, അതിനനുസരിച്ച് നിനക്ക് സാധനം മേടിക്കാം, വാട്ടെവർ നിനക്ക് ഇഷ്ടമുള്ള എന്ത് നിനക്കത് മേടിക്കാം. അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കും. പിന്നെ ഒരാൾ ഇവിടെ സേവ് ചെയ്യാണ് ഫോൺ മേടിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സമ്പാദ്യശീലത്തിനുള്ള വഴിയുമായി കുട്ടികളുടെ കയ്യിൽ ലിക്വിഡ് മണി എത്തുന്നത് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക. എന്നെപ്പോലെ ട്വീൻ ആൻഡ് ടീനേജിനെ മാനേജ് ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് വഴികൾ കണ്ടുപിടിക്കുന്ന അമ്മമാർക്കുള്ള ഒരു സജഷനാണിത്. പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക. എഫക്റ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇതാണ് ഇവിടെയുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ബുക്ക്. വലിയ ഭംഗിയൊന്നുമുള്ളതല്ല, ചെറിയ ബുക്കാണ്.
ഓരോരുത്തർക്ക് 2 അപ്പുറം ഇപ്പുറം ആക്കി ഞാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ, ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ. പിന്നെ ഇത് കോൺഫിഡൻഷ്യലാണ്, വേറെ ആർക്കും ഇതിനകത്ത് എഴുതാനുള്ള പെർമിഷൻ ഇല്ല. അപ്പയ്ക്കും അമ്മയ്ക്കും മാത്രമേ എഴുതാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പം ഇത് മോൻ്റെ ഒരു സൈഡിൽ മോൻ്റെ ഒരു സൈഡിൽ മോളുടെ. അപ്പം നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള പാരൻസിന് നല്ല ഭംഗിയായിട്ട് അത് ചെയ്ത് കൊടുക്കാം. ഇത് എൻ്റെ ഒരു ചെറിയ ലൊടുക്ക് ഐഡിയ ആണ്. എഫക്റ്റീവായിട്ട് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ലെറ്റ് മീ നോ. ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു.